ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. എല്ലാവരും ഓണം അടിപൊളിയായി ആഘോഷിച്ചെന്നു കരുതുന്നു. ഞാനും അടിപൊളിയായിട്ട് ഓണമൊക്കെ ആഘോഷിച്ചു. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് പറയാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മാറ്റർ തന്നെയാണ്. കുറേ ദിവസമായി യൂട്യൂബൊക്കെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് യൂട്യൂബിൽ. സോ ഓണത്തിൻ്റെ തിരക്കുകൾ കാരണമാണ് ഒന്നും നിങ്ങളുടെ മുന്നിൽ വീഡിയോയുമായിട്ട് വരാൻ പറ്റാതിരുന്നത്. സോ ഇന്നും എനിക്ക് പറയാനുള്ളത് ബിഗ് ബോസ് മാറ്റർ തന്നെയാണ്. അങ്ങനെ നമ്മുടെ രേണു ചേച്ചി ബിഗ് ബോസിൽ നിന്നും പുറത്തു പോയിരിക്കുന്നു. ആക്ച്വലി പേടിച്ചിട്ട് പോയതാണ് ഗൈസ്. അവർക്ക് അവിടെ നിന്ന് ചോവിന് നേരെ കളിക്കാനൊന്നും പറ്റില്ല. നമ്മളെല്ലാവരും അവരുടെ ഗെയിം എന്താണെന്ന് നമ്മൾ കണ്ടതാണല്ലോ. അവരുടെ എന്താണ് അവരവിടെ ചെയ്തിരുന്നതെന്ന് നമ്മൾ കണ്ടതാണ്. അവരൊന്നും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അവർ വന്നു കയറിയപ്പോൾ രേണു ഫ്ലവർ അല്ലടാ ഫയറാണെന്നൊക്കെ പറഞ്ഞു വന്ന രേണു ഇപ്പം വെറും ചുള്ളിക്കമ്പ് പോലെ ഇറങ്ങിപ്പോയി. ജസ്റ്റ് പോവാന്ന് പറഞ്ഞിട്ട് പോയി. സാധാരണ എപ്പോഴും വീട്ടിലേക്ക് പോകണം എന്ന് കഴിഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പം ഈ പ്രാവശ്യം നമ്മുടെ ലാലേട്ടൻ ചോദിച്ചു പോണോന്ന്. അപ്പൊ പുള്ളിക്കാരത്തി പോണോന്ന് കരുതി. അപ്പൊ എല്ലാരും വേച്ച് ലാലേട്ടനൊക്കെ ഇങ്ങനെ അയ്യോ പോണ്ട, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഓഡിയൻസ് പുറത്തുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പോകണ്ട എന്നൊക്കെ ലാലേട്ടൻ പറയുമെന്ന് രേണുസുതി കരുതി ഗായ്സ്. ലാലേട്ടൻ നല്ല അന്തസ്സായിട്ട് പുറത്തേക്ക് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ രേണുസുതിയെ പിടിച്ച് പുറത്താക്കി. ഇനിയിപ്പം അടുത്തൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുതി പറയുന്ന ഒരു വാക്കുണ്ട്. അത് ഇപ്പൊ തന്നെ അഡ്വാൻസ് ആയിട്ട് ഞാൻ ഇപ്പൊ തന്നെ പറയാം. ഞാൻ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നെങ്കിൽ കപ്പുമായിട്ടേ വരുമായിരുന്നുള്ളൂ എന്ന് ഉള്ള അടുത്ത ചളുവാടി, അടുത്ത കൊട്ടേഷൻ നമുക്ക് കേൾക്കാം. രേണുസുതി പറയുന്ന അടുത്ത സ്റ്റേറ്റ്മെന്റ്: ഞാൻ ബിഗ് ബോസിൽ നിന്നിരുന്നുവെങ്കിൽ ഞാൻ കപ്പുമായിട്ടേ വരുള്ളൂമായിരുന്നു. എനിക്ക് ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ഞാൻ പുറത്തേക്ക് വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങും. ഇത്രയും ദിവസം ഓൺലൈനിൽ എല്ലാവർക്കും ഒരു സമാധാനം ഉണ്ടായിരുന്നു ഗൈസ്. ഇന്നലെ മുതൽ അത് മാറിക്കഴിഞ്ഞു. രേണുസുതി പുറത്തേക്ക് വന്ന് ഇനി സ്വസ്ഥത കിട്ടില്ല. ആ സ്ത്രീയുടെ വീഡിയോ കണ്ട് നമ്മളെല്ലാവരും പണ്ടാരണ്ടടങ്ങണം. നല്ലൊരു ഓണം എന്തായാലും ഈ പുള്ളിക്കാരത്തി അകത്തായതുകൊണ്ട്, അതായത് ബിഗ് ബോസിന്റെ അകത്തായതുകൊണ്ട് നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ കാണാൻ സാധിച്ചു. ഇവരുടെ ഈ കോട്ടായങ്ങളും കോലാഹലങ്ങളും ഒന്നും കാണേണ്ടി വന്നില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, രേണുസുതി പുറത്തേക്ക് വന്നു. അത് കഴിവുകേട് കൊണ്ട് മാത്രമാണ്, കഴിവുള്ളത് കൊണ്ടല്ല, കഴിവുകേട് കൊണ്ട് മാത്രമാണ് വന്നിരിക്കുന്നത്. ആ സ്ത്രീക്ക് ഇതൊന്നും പറ്റില്ല ഗൈസ്. പുറത്തിറങ്ങി ഇങ്ങനെ റീല് തുള്ളി ചാടുന്ന മാതിരിയല്ല ബിഗ് ബോസ്. ബിഗ് ബോസിൽ ശരിക്കും സ്ട്രോങ് ആയിട്ട് ഇന്ന് ഗെയിം കളിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. അവരെ കൊണ്ട് അതിനൊന്നും പറ്റില്ല.